ഓഖി ദുരന്തത്തിന് ഒരാണ്ട്. പുനരധിവാസവും കടൽഭിത്തി നിർമ്മാണവും വാഗ്ദാനങ്ങളിലൊതുങ്ങി. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ചാലക്കുടിയിലെ പറയൻതോട്. കുടിവെള്ള സ്രോതസ്സായി മാറ്റാവുന്ന തോട് സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൃപ്രയാർ RTO പരിധിയിൽ മികച്ച ഗതാഗത സംസ്കാരം വളർത്തിയെടുക്കാൻ നൂതന പദ്ധതികൾ. നിയമലംഘനങ്ങൾക്കെതിരെ മൂന്നാം കണ്ണ് സംവിധാനം നിലവിൽ വന്നു. സ്വകാര്യ ബസ്സുകളിൽ 55% സീറ്റ് സംവരണം കർശനമാക്കുന്നു. അർഹരായവർക്ക് സീറ്റ് ലഭ്യമാക്കേണ്ടത് കണ്ടക്ടറുടെ ഉത്തരവാദിത്തം. വാർത്തകൾ വിശദമായി. തീരമേഖലയുടെ ജീവനൊഴികെ മറ്റെല്ലാം നശിപ്പിച്ച ഓഖി ദുരന്തത്തിന് ഒരു വയസ്സ് തികയുമ്പോൾ കടപ്പുറത്ത് മാറ്റമേതുമില്ല. കടൽ പിൻവാങ്ങി എന്നതൊഴിച്ചാൽ ദുരന്തത്തിന്റെ അടയാളങ്ങളുടെ അവശേഷിപ്പ് അതേപടി തുടരുകയാണ്. തകർന്ന കടൽഭിത്തി, നിലം പതിച്ച വീടുകൾ, സഞ്ചാരയോഗ്യമല്ലാതായ റോഡുകൾ എല്ലാം അന്നത്തെ പോലെ തന്നെ. കഴിഞ്ഞ നവംബർ 29 കരയിലേക്ക് ആഞ്ഞടിച്ച ഓഖി തിരമാലകൾ പിൻവാങ്ങിയത് ദിവസങ്ങൾക്ക് ശേഷമാണ്. രാപ്പകൽ ഭേദമില്ലാതെ കടൽ കരയെടുത്തപ്പോൾ ജീവൻ കയ്യിൽ പിടിച്ചാണ് കടപ്പുറം പലായനം ചെയ്തത്. 2 കിലോമീറ്റർ കടന്ന കടൽ ടിപ്പു സുൽത്താൻ റോഡിനെ തൊട്ടത് ഭീതിയോടെയാണ് നാട് കണ്ടുനിന്നത്. തകർന്നു വീണ വീടുകളും കടപുഴകിയ മരങ്ങളും ഏറെയാണ്. കടലിൽ നിന്നും സുരക്ഷിതമായ അകലത്തിലാണ് തങ്ങളെന്ന് വിശ്വസിച്ചിരുന്നവർ പോലും വീട് വിടേണ്ടി വന്ന ഓഖി ദുരന്തം സൃഷ്ടിച്ച കെടുതി ചെറുതല്ല. ഓഖി തിരമാലകൾ പിൻവാങ്ങിയപ്പോൾ അടുത്ത ഊഴം വാഗ്ദാന പ്രളയത്തിന്റേതായിരുന്നു. പുനരധിവാസം, കടൽഭിത്തി നിർമ്മാണം എന്നിങ്ങനെ വാഗ്ദാനങ്ങൾ ഒഴുകിയെത്തി. എന്നാൽ അവയൊന്നും നടപ്പിലായില്ലെന്നു മാത്രം. കടൽഭിത്തി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട തീരദേശവാസികൾ പലവട്ടം റോഡ് ഉപരോധം നടത്തിയെങ്കിലും നടപടി വാക്കിലൊതുങ്ങി. എല്ലാം ഫയലിലുണ്ടെന്ന മറുപടിയിൽ അധികൃതർ കൈമലർത്തുമ്പോൾ വാഗ്ദാന ലംഘനത്തിന്റെ ഇരകളായി മാറുകയാണ് തീരദേശവാസികൾ. TCV കൊടുങ്ങല്ലൂർ. ഓഖി ചുഴലിയിൽ നാശം സംഭവിച്ച വീടുകൾക്ക് 1 വർഷം പിന്നിട്ടിട്ടും യാതൊരു സഹായവും ലഭിച്ചില്ലെന്ന ആക്ഷേപം. ഇതിനായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. കടപ്പുറം പഞ്ചായത്തിലെ വെളിച്ചെണ്ണപ്പടി പ്രദേശങ്ങളിൽ ഓഖി ചുഴലിയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ശുചിമുറി ഉൾപ്പെടെയുള്ളവ കടൽ കവർന്നെടുത്തു. വീടിനകത്ത് കല്ലും മണ്ണും നിറഞ്ഞ വാസയോഗ്യമല്ലാതായി. അധികാരികൾ വന്നുനോക്കി പോകുന്നതല്ലാതെ യാതൊരുവിധ സഹായവും ഇവർക്ക് ലഭിച്ചില്ല. നിരവധി തവണ വില്ലേജിലും മറ്റുമായി ഇവർ കയറിയിറങ്ങിയിട്ടും യാതൊരുവിധ ഫലവും ഉണ്ടായില്ല. സർക്കാർ സഹായ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഇവരുടെ പേര് വന്നില്ലെന്നാണ് വില്ലേജ് അധികൃതർ പറയുന്നത്. ചില സന്നദ്ധ പ്രവർത്തകരുടെ സഹായം ലഭിച്ചതല്ലാതെ മറ്റൊന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വില്ലേജ് ഓഫീസറും എല്ലാവരും വന്ന് നോക്കി പോകുന്നുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് യാതൊരു അനുകൂലവും കിട്ടിയിട്ടില്ല. നമുക്ക് വേറെ ഒന്നും വേണ്ട, കടൽ ഭിത്തി ഒന്നും ശരിയായി കിട്ടിയാൽ മതി. ഇപ്പോൾ നമുക്ക് ഈ വർഷം വരുമ്പോൾ ആകെ പേടിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. മറ്റു ജില്ലകളിലെല്ലാം ഓഖി ദുരിതാശ്വാസ ഫണ്ട്, വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് എന്നിവ ലഭിച്ചപ്പോൾ ഇവർ മാത്രം അവഗണിക്കപ്പെട്ടു. ഓഖിക്ക് ശേഷം 2 തവണ കടൽക്ഷോഭമുണ്ടായി. ഓരോ തവണ കടൽക്ഷോഭമുണ്ടാകുമ്പോഴും ഇവരുടെ വീടുകൾ വാസയോഗ്യമല്ലാതാകുന്നു. പിന്നീട് ആഴ്ചകളെടുത്താണ് വീട്ടിൽ തിരിച്ചെത്താൻ കഴിയുക. കടൽഭിത്തി പുനർനിർമ്മാണത്തിനായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. ഭയത്താലാണ് ഇവർ ഓരോ ദിനവും തള്ളി നീക്കുന്നത്. സർക്കാർ സഹായം നൽകിയില്ലെങ്കിൽ നിർഭയമായി ഉറങ്ങാൻ കടൽഭിത്തി പുനർനിർമ്മാണം ഉടൻ നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. TCV ചാവക്കാട്. ചാലക്കുടി പറയൻതോടിന്റെ സംരക്ഷണം അനന്തമായി നീളുന്നു. 5 കിലോമീറ്റർ ദൈർഘ്യമുള്ള പറയൻതോടിനെ പുനരുദ്ധീകരിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുണ്ട്. പോട്ടച്ചിറയിൽ നിന്നും തുടങ്ങി വിവിധ കൃഷിയിടങ്ങളിലൂടെ സഞ്ചരിച്ച് കോട്ടാറ്റിൽ വച്ച് പുഴയിൽ ചേരുന്ന പറയൻതോട് ഒരു കാലത്ത് കർഷകരുടെ കാമധേനുവായിരുന്നു. പല കൃഷിയിടത്തിലും കൊടും വേനലിൽ കൃഷിയെ പരിപോഷിപ്പിച്ചിരുന്നത് ഈ തോടായിരുന്നു. കാലാന്തരത്തിൽ നെൽകൃഷികൾ അന്യമായപ്പോൾ പറയൻതോടിന്റെ പ്രസക്തിയും നഷ്ടപ്പെട്ടു. തുടർന്ന് നിരവധി കയ്യേറ്റങ്ങളും ഇതിനെ നേരിട്ടു. മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ള സ്രോതസ്സായി മാറുമ്പോൾ തോടിന്റെ സമീപത്തുകൂടി മൂക്കുപൊത്താതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തി. മാലിന്യങ്ങൾ കുന്നുകൂടുമ്പോൾ പറയൻതോടിന്റെ ഒഴുക്കും പലപ്പോഴും തടസ്സപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ വർഷം പറയൻതോട് സംരക്ഷണത്തിന് പദ്ധതി തയ്യാറാക്കി നഗരസഭ KLDCക്ക് സമർപ്പിച്ചെങ്കിലും തുടർ നടപടികളായില്ല. കൊടും വേനലിൽ കുടിവെള്ള സ്രോതസ് കൂടിയായി മാറ്റാവുന്ന തോട് സംരക്ഷിക്കണമെന്ന ആവശ്യത്തിന് 10 മടങ്ങ് ശക്തി വർദ്ധിക്കുകയാണ്. TCV ന്യൂസ് ചാലക്കുടി. തൃപ്രയാർ RTO പരിധിയിൽ മികച്ച ഗതാഗത സംസ്കാരം വളർത്തിയെടുക്കാൻ നൂതന പദ്ധതികൾ. നിയമലംഘനങ്ങൾക്കെതിരെ മൂന്നാം കണ്ണ് സംവിധാനം നിലവിൽ വന്നു. വാഹനം തടഞ്ഞു നിർത്താതെയും ഓടിക്കുന്ന ആൾ അറിയാതെയും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി പരിശോധിച്ച് നടപടിയെടുക്കലാണ് മൂന്നാം കണ്ണ് സംവിധാനം.
അനിയന്ത്രിത വേഗത, ഹെൽമറ്റ് ധരിക്കാതിരിക്കൽ, ക്രമം തെറ്റിച്ച ഡ്രൈവിംഗ് ഉൾപ്പെടെയുള്ളവ ഇതിൽപ്പെടും. പൊതുജനങ്ങൾക്കും ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിയമലംഘനങ്ങൾ മൊബൈലിൽ പകർത്തി 91 88 52 48 75 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ പരിശോധിച്ച് നടപടിയെടുക്കും. തൃപ്രയാറിൽ ഓഫീസിന്റെ പ്രവർത്തനം 1 മാസം പിന്നിട്ടപ്പോൾ 3613 അപേക്ഷകൾ ലഭിച്ചു. ഇതിൽ 2397 എണ്ണം തീർപ്പാക്കി. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ 786-ൽ 575 പേർ വിജയിച്ച് ലൈസൻസ് നേടി. ടെസ്റ്റ് നടത്തിയ ദിവസം വൈകുന്നേരം 4-ന് തന്നെ ലൈസൻസ് നൽകും. നല്ലൊരു റോഡ് സംസ്കാരം വളർത്തിയെടുക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും യോജിച്ചാണ് പ്രവർത്തിച്ചു വരുന്നതെന്ന് ജോയിന്റ് RTO PN നസീർ പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിന്റെ 3-ാം കണ്ണ് ഇവിടെ ഞങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. 3-ാം കണ്ണെന്ന് പറയുന്നത് യൂണിഫോം ഇട്ടും യൂണിഫോം ഇല്ലാതെയും മൊബൈലിൽ കുറ്റകൃത്യങ്ങൾ പകർത്തി അതിലൂടെ വാഹനം തടഞ്ഞു നിർത്താതെ ആൾക്കാർക്ക് സൗകര്യമില്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ പര്യാപ്തമായ കുറ്റങ്ങളിലൂടെ വാഹനം ഓടിച്ചു പോകുന്നവരുടെ മൊബൈൽ പകർത്തിക്കൊണ്ട് അതിൻ്റെ പിക്ചർ സഹിതം ഡ്രൈവർമാർക്ക് ചാർജ് മെമ്മോ ഇഷ്യൂ ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് 3-ാം കണ്ണെന്ന് പറയുന്നത്. 1 മാസത്തിനിടെ വിവിധ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട 16 പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പും സീനിയർ സിറ്റിസൺ ഫോറവും ചേർന്ന് ബസ് യാത്രക്കാരുടെ സീറ്റ് സംവരണത്തെ ബോധവൽക്കരിക്കാൻ ബസ്സുകളിൽ സ്റ്റിക്കർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. TCV കയ്പമംഗലം. സ്വകാര്യ ബസ്സുകളിൽ 55% സീറ്റ് സംവരണം. അർഹരായവർക്ക് സീറ്റ് ലഭ്യമാക്കേണ്ടത് കണ്ടക്ടറുടെ ഉത്തരവാദിത്തം. സ്വകാര്യ ബസ്സുകളിൽ ആകെയുള്ള സീറ്റുകളുടെ 25% സ്ത്രീകൾക്ക് നൽകണം. 20% സീറ്റ് മുതിർന്ന പൗരന്മാർക്കുള്ളതാണ്. 5% സീറ്റ് അമ്മയ്ക്കും കുഞ്ഞിനുമായി മാറ്റിവെക്കണം. ഭിന്നശേഷിയുള്ളവർക്കും 5% സീറ്റുണ്ട്. ഗർഭിണികൾക്കായി 1 സീറ്റും നൽകണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം. പുതിയ നിർദ്ദേശപ്രകാരം 48 സീറ്റുകളുള്ള ബസ്സിൽ 27 സീറ്റ് സംവരണക്കാർക്ക് മാറ്റിവെക്കണം. ബാക്കി 21 സീറ്റാണ് പൊതുയാത്രക്കാർക്കുണ്ടാവുക. 38 സീറ്റുള്ള ബസ്സിൽ 22 സീറ്റും 28 സീറ്റുള്ള ബസ്സിൽ 16 സീറ്റും സംവരണം ചെയ്തിട്ടുണ്ട്. സംവരണം പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ബസ് കണ്ടക്ടറുടെ ഉത്തരവാദിത്വമാണെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. പുതിയ നിർദ്ദേശമടങ്ങിയ നോട്ടീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ്സുകളിൽ പതിച്ചു തുടങ്ങി. TCV കൊടുങ്ങല്ലൂർ. പഞ്ചായത്ത് അംഗത്തിനെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച കടവല്ലൂർ പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്ന കുടുംബത്തിന് ഐക്യദാർഢ്യവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായ ബിന്നിയും കുടുംബവും പഞ്ചായത്തിന് മുന്നിൽ 3 ദിവസങ്ങളിലായി കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV വിശ്വംഭരന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ബിന്നിയെ ഹാരം അണിയിച്ചു. 5-ാം വാർഡ് അംഗം നിജിതയുടെ ഭർത്താവ് രാമചന്ദ്രൻ നടത്തിയിരുന്ന കുറിയിൽ തന്റെ നറുക്കു വിളിച്ചെടുത്ത ശേഷം പണം തിരിച്ചു നൽകാതെ കബളിപ്പിച്ചെന്ന് ആരോപിച്ചാണ് ബിന്നിയും കുടുംബവും സമരം നടത്തുന്നത്. ഇടവേള. വാർത്ത തുടർന്നു. ബക്കറ്റ് പിരിവിലാണ് കേരള സർക്കാർ മുൻപന്തിയിലെന്ന് പൊമ്പിളയൊരുമ സമരനേതാവ് ഗോമതി. കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് ദേശീയപാത ആക്ഷൻ കൗൺസിൽ തിരുവത്ര കോട്ടപ്പുറത്ത് നടത്തുന്ന സത്യാഗ്രഹ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. KV സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. പൊമ്പിളയൊരുമ നേതാവ് ലൈല, ആനവിഴുങ്ങി സമരനായകൻ മിഷോ തുടങ്ങിയവർ സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. EV മുഹമ്മദ് അലി, NAS വേലായുധൻ, കമറുദ്ദീൻ പട്ടാളം തുടങ്ങിയവർ സംസാരിച്ചു. പരസഹായമില്ലാതെ ഉപയോഗിക്കാവുന്ന വാക്കർ വികസിപ്പിച്ചെടുത്ത് വിദ്യാർത്ഥിനികൾ. വാക്കറിനെ നിമിഷ നേരം കൊണ്ട് വീൽ ചെയറാക്കി മാറ്റാനും സാധിക്കും. പുത്തൻപീടിക സെന്റ് ആന്റണി സ്കൂളിലെ വിൻഷിജയും ധന്യയുമാണ് മൾട്ടി വാക്കറുമായി ശാസ്ത്രമേളകളിൽ ജനശ്രദ്ധ നേടിയത്. നടക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന വ്യക്തിക്ക് മറ്റൊരാളുടെ സഹായം കൂടാതെ വീടിനകത്തും ശുചിമുറിയിലും എന്ന് വേണ്ട, വീട് വിട്ട് റോഡ് മുറിച്ചു കടന്ന് പുറത്തുപോയി കാര്യങ്ങൾ സ്വയം നടത്തിവരാൻ സഹായിക്കുന്ന രീതിയിലാണ് ഉപകരണത്തിന്റെ നിർമ്മാണം. ഇവർ തയ്യാറാക്കിയ വാക്കർ തൃശൂർ ജില്ലാ ശാസ്ത്രമേളയിൽ 1-ാം സ്ഥാനം നേടിയിരുന്നു. തുടർന്ന് കണ്ണൂരിൽ നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ A ഗ്രേഡും നേടി. പ്രായമായവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെയ്യണം എന്നുള്ള ഒരു രീതിയിലാണ് ഈ സ്മാർട്ട് വാക്കറിലേക്ക് എത്തിയത്. അപ്പോൾ പ്രായമായവർക്ക് വേണ്ടിയുള്ള ഡിവൈസുകളെ പറ്റി അന്വേഷിച്ചപ്പോൾ പറയാൻ സാധിച്ചു, മാർക്കറ്റിൽ പ്രായമായവർക്ക് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡിവൈസുകൾ വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാനും അവർക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ഒരു ഡിവൈസിലേക്ക് എത്തണം എന്ന രീതിയിലാണ് ഞാൻ സ്മാർട്ട് വാക്കറിലൊക്കെ എത്തിയത്. ഇരുമ്പിന്റെ 4 സ്ക്വയർ പൈപ്പിലാണ് വാക്കറിന്റെ ചട്ടക്കൂട്.
6 വലിയ ചക്രങ്ങളും ചെറിയ 2 ചക്രങ്ങളും ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസർ പ്രവർത്തിച്ച് കടന്നുപോകുന്ന വഴിയിലെ തടസ്സങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. ഇതുമൂലം കാഴ്ചശക്തി കുറഞ്ഞവർക്ക് വരെ ഇത് നിസ്സാരമായി പ്രവർത്തിപ്പിക്കാനാകുമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറ വഴി ദൂരസ്ഥലത്തിരുന്ന് മറ്റൊരാൾക്ക് മൊബൈൽ വഴി വാക്കർ ഉപയോഗിച്ച് പോകുന്ന വഴികൾ കാണാനുള്ള സംവിധാനമുണ്ട്. റോഡ് മുറിച്ചു കിടക്കേണ്ട അവസ്ഥയിൽ സ്വയം പ്രവർത്തിക്കുന്ന അലർട്ട് സിസ്റ്റവും വാക്കറിലുണ്ട്. രാത്രികാല ഉപയോഗത്തിനായി ടോർച്ച്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. ലിവർ സിസ്റ്റം വഴി ഭാരം 4-1 ലഘൂകരിച്ച് പടികളിൽ ഉപയോഗിക്കാവുന്ന സ്റ്റെപ്പ് ക്ലൈംബർ സംവിധാനവും ശ്രദ്ധേയമാണ്. വിപണിയിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇറക്കാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ പേരൻസ് ആയാലും ഇവിടുത്തെ പ്രിൻസിപ്പൾ, അധ്യാപകർ എല്ലാവരും ഞങ്ങളെ വളരെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനം, ബാഗും മറ്റു വസ്തുക്കളും സൂക്ഷിക്കാനുള്ള ഇടം എന്നിവയെല്ലാം ഈ കൊച്ചു വാക്കറിലുണ്ട്. വെറും 5 വോൾട്ട് കറണ്ടിലാണ് ഉപകരണം ചാർജ് ചെയ്യുന്നത്. ഇത് വീൽചെയറായി ഉപയോഗിക്കുമ്പോൾ കട്ടിലിനോട് ചേർത്ത് നിർത്തിയാൽ രോഗികളായവർക്ക് അനായാസം വീൽചെയറിൽ കയറാനും പ്രാഥമികാവശ്യത്തിന് വീൽചെയറിൽ പോയി സീറ്റ് മാത്രം മാറ്റി ഉപയോഗിക്കാമെന്ന പ്രത്യേകതയും ഉണ്ട്. ഈ കൊച്ചുമിടുക്കികൾ തയ്യാറാക്കിയ ഉപകരണത്തിന് ചിലവ് വന്നത് വെറും 2000 രൂപ മാത്രം. ഉപകരണം ഇനിയും കുറഞ്ഞ നിരക്കിൽ വിപണിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ. TCV അന്തിക്കാട്. കല്യാൺ സിൽക്സ് തൃശൂർ പാലസ് റോഡ് ഷോറൂമിന്റെ 17ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർഷികാഘോഷ പരിപാടികൾ തൃശൂർ പാലസ് റോഡ് ഷോറൂം ജനറൽ മാനേജർ PS ലക്ഷ്മണകുമാർ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയാണ് പാലസ് റോഡ് ഷോറൂമിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. ഷോറൂമിലെ മുഴുവൻ ജീവനക്കാരും 12 മാസത്തെ ശമ്പളത്തിൽ നിന്നും നീക്കിവെച്ച 1 ലക്ഷം രൂപയിൽ നിന്നും തൃശൂർ സേവാസദനം, ഊരകം സഞ്ജീവനി ബാലികാ സദനം എന്നീ സ്ഥാപനങ്ങൾക്ക് 50,000 രൂപ വീതം നൽകി വാർഷികാഘോഷം മാതൃകാപരമാക്കി. അടുത്ത വർഷങ്ങളിലും വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കൂടുതൽ തുക തിരഞ്ഞെടുക്കുന്ന ചാരിറ്റി സ്ഥാപനങ്ങൾക്ക് കൈമാറുമെന്ന് ജനറൽ മാനേജർ PS ലക്ഷ്മണകുമാർ പറഞ്ഞു. ചടങ്ങിൽ ജീവനക്കാരുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കോർപ്പറേറ്റ് PRO ജയമോഹൻ പള്ളത്ത്, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഹരി അയ്യർ, സീനിയർ പർച്ചേസ് മാനേജർ അനിൽകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ വെങ്ങാനുള്ളൂർ 2ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 മുന്നണികളുടെയും നേതൃത്വത്തിൽ വാർഡിൽ നിശബ്ദ പ്രചാരണം നടന്നു. പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കുന്ന തിരഞ്ഞെടുപ്പായതിനാൽ വാശിയേറിയ പ്രചാരണമാണ് മുന്നണികൾ നടത്തിയത്. പഞ്ചായത്ത് അംഗം മരിച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ്. നിലവിൽ 10 സീറ്റ് LDF-നും 11 സീറ്റ് UDF-നുമാണ് ഉള്ളത്. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ 14ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച നടക്കും. ചെറുതുരുത്തി സ്കൂളിൽ വോട്ടിംഗ് സാമഗ്രികൾ തയ്യാറാക്കി. റിട്ടേണിംഗ് ഓഫീസർ ഡെൽറ്റോ L മറോക്കിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തികൾ നടക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി നിർമ്മല ദേവിയും UDF സ്ഥാനാർത്ഥിയായി ഷാജില ബാദുഷയും BJP സ്ഥാനാർത്ഥിയായി സുനന്ദയുമാണ് മത്സരരംഗത്തുള്ളത്. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ മൊബൈൽ ഷോപ്പുകളിൽ മോഷണ ശ്രമം. പനമ്പള്ളി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഷോപ്പുകളിലാണ് മോഷണ ശ്രമം നടന്നത്. 4 സംഘമാണ് ഷട്ടറുകൾ പൊളിച്ച് മോഷണത്തിന് ശ്രമിച്ചിരുന്നത്. ഇതിനിടെ സ്ഥലത്തെത്തിയ പോലീസ് 2 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. 2 പേർ ഓടി രക്ഷപ്പെട്ടു. പിടിയിലായവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാനായി ചാലക്കുടിയിലെ ഏതാനും ബസ്സുകൾ വ്യാഴാഴ്ച ജീവൻ രക്ഷായാത്ര നടത്തും. കുറ്റിച്ചിറ സ്വദേശി വയലിൻ വീട്ടിൽ 37 വയസ്സുള്ള ജോബി ജോസിന്റെ ചികിത്സാർത്ഥമാണ് ബസ്സുകൾ കാരുണ്യയാത്ര നടത്തുന്നത്. ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും ഇവർ ജോബിയുടെ ചികിത്സയിലേക്ക് നൽകും. 8 വർഷം മുമ്പ് വൃക്ക മാറ്റിവെക്കപ്പെട്ട ഡ്രൈവർ ജോബിക്ക് ഈയിടെയാണ് ന്യൂമോണിയ ബാധിച്ചത്. ഗുരുതരാവസ്ഥയിലായ ഇയാൾ ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാസന്ന നിലയിലാണ്. ചാലക്കുടി സ്റ്റാൻഡിൽ നടന്ന സംരംഭത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നിതിൻ ബോസ് നിർവഹിച്ചു. ചെങ്ങാലൂർ ശാന്തിനഗറിൽ കാണാതായ മധ്യവയസ്കയെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശാന്തിനഗർ ചൊവ്വലൂർ പടി ജോസ് ഭാര്യ 58 വയസ്സുള്ള റീത്തയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ക്ഷേത്രവാദ്യകലാ ആസ്വാദക സമിതിയുടെ ഈ വർഷത്തെ ശ്രീരാമപാദ സുവർണ മുദ്ര പുരസ്കാരം തിമില വിദ്വാൻ കടവേട്ടടത്ത് നാരായണ മാരാർക്ക് സമ്മാനിക്കും. 30-ന് വൈകിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ A. ജയകുമാർ പുരസ്കാര സമർപ്പണം നടത്തും. ശബരിമല മേൽശാന്തി AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രവാദ്യകലാ ആസ്വാദക സമിതി ഭാരവാഹികളായ KP വിജയൻ നായർ, NK ചിദംബരം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള നൃത്തോത്സവത്തിന് സമാപനമായി. 2 ദിവസങ്ങളിലായി നടന്ന നൃത്തോത്സവത്തിൽ 150ഓളം പേർ നൃത്തം അവതരിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 8 മുതൽ സംഗീതോത്സവം ആരംഭിക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവം ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറെ മനയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. മാളയിലെ യഹൂദ സിനഗോഗ് സംരക്ഷണത്തിനായി വ്യാപാരികളെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വ്യാപാരികൾ കളക്ടർക്ക് പരാതി നൽകിയത്. പൊതുജനാഭിപ്രായം അവഗണിച്ചാണ് കുടിയൊഴിപ്പിക്കൽ തീരുമാനം എടുത്തതെന്നും ഇതിനു പിന്നിൽ ചിലരുടെ നിക്ഷിപ്ത താൽപര്യങ്ങളുമുണ്ടെന്ന് പരാതിയിൽ വ്യക്തമാക്കി. അതേസമയം സിനഗോഗിന്റെ മുൻവശത്തെ വ്യാപാര സ്ഥാപനങ്ങളെ ഒഴിവാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ഇടവേള. വാർത്ത തുടർന്നു. പ്രസിദ്ധമായ ഞെള്ളൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പൂയ മഹോത്സവം വർണ്ണാഭമായി. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം കേളത്ത് കുട്ടപ്പന്മാരാരുടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് 22 ദേശക്കാരുടെ നാഗസ്വരത്തിന്റെ അകമ്പടിയോട് കൂടിയ വർണ്ണാഭമായ കാവടികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിവരെ ക്ഷേത്ര സന്നിധിയിൽ കാവടിയാട്ടം നടന്നു. തുടർന്ന് കേളത്ത് അരവിന്ദാക്ഷന്മാരാരുടെ പാണ്ടിമേളത്തോടുകൂടി ശ്രീവേലി എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നാദസ്വര കച്ചേരി അരങ്ങേറി. സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കായി മുച്ചക്രവാഹനം വിതരണം ചെയ്തു. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹമഠം ഹാളിൽ നടന്ന ചടങ്ങ് നടി ശാന്തികൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. അനീഷ് ഇയാൽ അധ്യക്ഷത വഹിച്ചു. സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ AN രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ കൺവീനർ A നാഗേഷ്, ദയാനന്ദൻ മാമ്പുള്ളി, PM ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി സഹകരണ സംഘം സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ സഹകരണ ബാങ്ക് ആവർത്തി ശാഖയിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയ മുല്ലശ്ശേരി സഹകരണ സംഘം പ്രസിഡന്റ് KP ആലിയെ ജോയിന്റ് രജിസ്ട്രാർ കഴിഞ്ഞ ഒക്ടോബർ 12-ന് അയോഗ്യനാക്കി ഉത്തരവ് ഇറക്കിയിരുന്നു. എന്നാൽ ഈ ഉത്തരവ് നിലനിൽക്കെ KP ആലിയെ ഉൾപ്പെടുത്തി ഭരണസമിതി യോഗം ചേർന്നതായി BJP നേതാക്കൾ ആരോപിച്ചു. BJP നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രമോദ് ആനത്തേടയിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KM അരുൺ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. BK രഞ്ജുനാഥ്, ഷാജു ഉള്ളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രൊജക്ട് അവതരണത്തിൽ ചാലക്കുടിയിലെ KS രാഹുലിന് 2ാം സ്ഥാനം. സിറിഞ്ചിന്റെ ഉപയോഗം ഒറ്റത്തവണയിലാക്കി ലോക്ക് ചെയ്യുന്ന സംവിധാനം കണ്ടെത്തിയതിനാണ് 50,000 രൂപയുടെ 2ാം സ്ഥാനം ലഭിച്ചത്. മൂവാറ്റുപുഴ ഇസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയായ രാഹുൽ കൂടപ്പുഴ കാട്ടുപറമ്പിൽ സുബ്രൻ സരസ്വതി ദമ്പതികളുടെ മകനാണ്. ചുരുങ്ങിയ ചിലവിൽ രോഗനിർണയം സാധ്യമാക്കുന്നതിനായി ഗവേഷണം നടത്തുന്നതിനും ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനുമായി മെഡിക്കൽ ഉപകരണ നിർമ്മാണ കമ്പനിയായ അഗാപ്പയും കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടു. ഇതിന്റെ ഭാഗമായി അഗാപ്പെ സഹൃദയയിൽ ഇന്നോവേഷൻ ഹബ്ബ് തുറന്നു. ഗവേഷണം, പ്രൊജക്ടുകൾ, വിദ്യാർത്ഥികൾക്ക് ട്രെയിനിംഗ്, പ്ലേസ്മെന്റ് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇന്നോവേഷൻ ഹബ്ബിൽ നടത്തും. അഗാപ്പെ ചെയർമാൻ പ്രൊഫസർ MY യോഹന്നാൻ, MD തോമസ് ജോൺ, സഹൃദയ പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൽ കുരുവിള, ജോയിന്റ് ഡയറക്ടർ സുധ ജോർജ് വളവി തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് പേരുംകുളം പടവിലെ വാർഷിക പൊതുയോഗവും വിത്ത് വിതരണവും നടന്നു. ചേർപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് കൃഷി ഓഫീസർ G കവിത അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെൻസൺ ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗം സജിത അനിൽകുമാർ, A ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജ്യോതി നെൽവിത്താണ് കർഷകർക്ക് വിതരണം ചെയ്തത്. ഏനാമാവ് സാന്ത്വനം മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർധന കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന 2ാമത്തെ വീടിന്റെ ശിലാസ്ഥാപനം നടന്നു. സാന്ത്വനത്തിന്റെ ആഭിമുഖ്യത്തിൽ നിയോജക മണ്ഡലത്തിൽ 10 വീടുകളാണ് നിർമ്മിക്കുന്നത്. വെങ്കിടങ്ങ് പഞ്ചായത്ത് മനയ്ക്കൽ കടവിൽ താമസിക്കുന്ന രോഗിയായ കോറോട്ട് വിജയന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. 7 ലക്ഷത്തോളം രൂപ ചിലവിൽ 460 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വീടാണ് നിർമ്മിക്കുന്നത്. പ്രശസ്ത സിനിമാ താരം ശാന്തി കൃഷ്ണ ഭവന നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. സാന്ത്വനം മണലൂർ നിയോജക മണ്ഡലം കൺവീനർ സുധീഷ് മേനോത്തുപറമ്പിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മേക്കിംഗ് കേരള ചെയർമാൻ AN രാധാകൃഷ്ണൻ, പഞ്ചായത്ത് മെമ്പർ NK വിമല, ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു.
CPI താന്യം ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഡിസംബർ 1 അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്തിക്കാട് SHO മനോജ് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും CPI നേതാക്കൾ ആവശ്യപ്പെട്ടു. CPI നാട്ടിക മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KM കിഷോർ കുമാർ, കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി സജ്ന പർവിൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് തിരുവത്ര കുമാർ AUP സ്കൂൾ കായികമേള ചാവക്കാട് സബ് ഇൻസ്പെക്ടർ ജയപ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ദേശീയതാരം ജംഷീല ദീപം തെളിയിച്ചു. ചടങ്ങിൽ മുതിർന്ന കായികാധ്യാപകൻ വാസുദേവൻ മാസ്റ്ററെ ആദരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓഖി ദുരന്തത്തിന് ഒരാണ്ട്. പുനരധിവാസവും കടൽഭിത്തി നിർമ്മാണവും വാഗ്ദാനങ്ങളിലും. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ചാലക്കുടിയിലെ പറയൽ തോട്. കുടിവെള്ള സ്രോതസ്സായി മാറ്റാവുന്ന തോട് സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൃപ്രയാർ RTO പരിധിയിൽ മികച്ച ഗതാഗത സംസ്കാരം വളർത്തിയെടുക്കാൻ നൂതന പദ്ധതികൾ. നിയമലംഘനങ്ങൾക്കെതിരെ മൂന്നാം കണ്ണ് സംവിധാനം നിലവിൽ വന്നു. സ്വകാര്യ ബസ്സുകളിൽ 55% സീറ്റ് സംവരണം കർശനമാക്കുന്നു. അർഹരായവർക്ക് സീറ്റ് ലഭ്യമാക്കേണ്ടത് കണ്ടക്ടറുടെ ഉത്തരവാദിത്തം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.